ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബില്ല് എവിടെ എന്ന് ഇന്ദ്രൻ ചോദിക്കുമ്പോൾ ഹർഷ പറയണേ, എന്റെ വീട്ടിൽ വെച്ചിട്ടല്ല അപകടം സംഭവിച്ചത്, അതുകൊണ്ട് ബില്ല് തരാൻ പറ്റത്തില്ല, ഞാൻ തന്നെ അത് അടക്കുമെന്ന് ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് പവിത്രനും മുരുകനും കയറി വരുന്നത്. അവര് വന്നിട്ട് പറയണേ, അതെ ആഷിഫ് ഉണ്ടോ? അത് കേൾക്കുന്ന സുശീല അങ്ങ് പരിങ്ങി പോവാണ് കേട്ടോ. ഹർഷയാണെങ്കിൽ കണ്ണുകൊണ്ട് കാണിക്കാണ്, എന്റെ ആന്റി ഒന്നും തന്നെ മിണ്ടില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം ആഷിഫ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ആഷിഫിനെ ഞാൻ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കായിരുന്നു, അവനെ കയ്യിൽ കിട്ടണമായിരുന്നു എനിക്കെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സുശീല അങ്ങനെ ചൂടാവാണ് കേട്ടോ. ഇതേ സമയം മുരുകൻ പറയണേ, ആഷിഫ് എന്തൊക്കെ ചുറ്റിക്കളി നടത്തുന്നുണ്ട്, ഹോസ്പിറ്റലിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവൻ ഇവിടെ നിന്നും ആരും അറിയാതെ ഇവിടെ നിന്ന് ചാടിപ്പോയിരിക്കുന്നു, ഹോസ്പിറ്റലിൽ പോലീസിന് കേസ് കൊടുത്തിട്ടുണ്ട്, എന്തായാലും ഇന്ന് ആ ജീവരാജ് മരിച്ചു, അവന്റെ ഡെഡ് ബോഡി കരക്കടിഞ്ഞു എന്ന് പറയുമ്പോൾ സുശീല ആകെ താളം തെറ്റിയിട്ടോ. ഇതേ സമയം ഇതൊക്കെ നിങ്ങൾക്കറിയായിരുന്നോ എന്ന് പവിത്രനും മുരുകനും ഒരുമിച്ച് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ കണ്ടുകൊണ്ട് വീണ്ടും ഹർഷ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടതിനോട് കൂടി സുശീല പറയണേ, അത് ഞങ്ങൾ എങ്ങനെ അറിയാനോ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, നീ പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞത്. അല്ലാണ്ടി ഈ ആഷിഫ് സുശീലാന്റി ആണല്ലോ പറഞ്ഞത്, അന്ന് എന്റെ ജീവരാജനെ അവിടെ നിന്നും കൊണ്ടുവന്നതിൽ എന്തൊക്കെയോ ദുരൂഹത ഇപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നു, ഈ ആഷിഫിന്റെ കൈകൾ അതിലുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു, അവൻ നന്നായി കളിച്ചിട്ടുണ്ട്, അവൻ കൊല്ലാനാണ് കൊണ്ടുവന്നതെന്ന് തോന്നുന്നു, എന്തായാലും വഞ്ചിയിൽ നിന്ന് തള്ളിയിട്ടിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുശീല പേടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം ആരും കാണാതെ ഹർഷ കണ്ടുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ സുശീല പറയണേ, എനിക്ക് എന്തായാലും ആഷിഫിനെ കയ്യിൽ കിട്ടണം, അവനോട് ഞാൻ പറഞ്ഞോ, ഞാൻ പറഞ്ഞിട്ടാണ് അവൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞതിന് എനിക്കും തെളിയിക്കാനുണ്ട് എന്ന് സുശീലയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം അവരങ്ങ് പോകുന്നു. എന്നാൽ പോലീസ് ഇപ്പൊ എത്തുമെന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അപ്പോഴേക്കും സോന പറയണേ, ഇന്ദ്രേട്ട ഇതൊന്നും കേട്ട് നിൽക്കാതെ ഇന്ദ്രേട്ടൻ പോയിട്ടൊന്ന് വണ്ടി വിളിച്ചു കൊണ്ടുവന്നേ. അതിനിടയ്ക്ക് ഇന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇത് മാഷിന്റെ കുടുംബത്തെ അറിയിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ മാഷിന്റെ കുടുംബത്തെ അറിയിച്ചിട്ടില്ല, അതിനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല, എന്തായാലും പോലീസുകാരെ കടമ ചെയ്തോളൂ, എന്തായാലും പോലീസുകാർ ഇനിയിപ്പോ കറക്റ്റായി ചെയ്തോളൂ, അവരെ ജീവരാജ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ആ ഡെഡ് ബോഡി ജീവനാണെന്ന് കഴിഞ്ഞാൽ പിന്നീട് ആഷിഫിനെ ഞങ്ങൾ പൊക്കും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെ വണ്ടി വിളിക്കാൻ വേണ്ടി ഇന്ദ്രൻ പോകുന്നു കേട്ടോ. ഈ സമയം സുശീല ആകെ നടുങ്ങിയിരിക്കുകയാണ്, താൻ കുടുങ്ങുമെന്ന് സുശീലക്ക് ഏകദേശം മനസ്സിലായിട്ടോ. സുശീല തളർന്നിങ്ങനെ പോകുമ്പോൾ സോനയാണെങ്കിൽ ഇവരുടെയൊക്കെ കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ മൊത്തത്തിൽ വെറുപ്പും അറപ്പൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ സോന പുറത്തോട്ട് പോകുമ്പോൾ ഹർഷയാണെങ്കിലോ ആന്റി സമാധാനപരമായി ഇരിക്കുകയെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ ഗോകുലിന്റെ അടുത്തോട്ട് ദാസ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഗോകുലിനോട് ചോദിക്കാൻ, എന്തായാലും അവന്റെ ഡെഡ് ബോഡി കരക്കടിഞ്ഞിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഗോകുല് പറയണ, എന്തായാലും അടഞ്ഞിട്ടുണ്ട്, കുറച്ച് അപ്പുറത്തോട്ടായിട്ടാണ് അടിഞ്ഞിട്ടുള്ളത്, അടിഞ്ഞത് മാത്രമല്ല എന്തൊക്കെയോ മൃഗങ്ങൾ വന്ന് കടിച്ച് മുഖമൊക്കെ ആകെ ഒരു ഷേപ്പാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത്, അതുകൊണ്ട് ഡെഡ് ബോഡി എന്തെന്ന് തിരിച്ചറിയാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിരിക്കുന്നതെന്ന് പറയട്ടോ. ഇതേ സമയം എനിക്കിപ്പോ ഇതൊക്കെ എല്ലാം കൂട്ടി വായിച്ചു നോക്കുമ്പോൾ അന്ന് ആഷിഫ് ഇതിൽ കളിച്ച കളികൾ അത് നന്നായി വ്യക്തമാവുന്നുണ്ട്. ആഷിഫ് അവനെ ആ രാത്രിയിൽ അവിടെ നിന്ന് കൊണ്ടുവരികയും പിന്നീട് വെള്ളം മറിക്കുകയും അവനെ മനഃപൂർവ്വം ജീവരാജിനെ വെള്ളത്തിലോട്ട് തള്ളിയിടുകയും, എന്നാൽ ഇത് ഇങ്ങനെ ഈ പ്രകൃതിക്ഷോഭമാണെന്ന് കരുതി വെള്ളത്തിൽ നിന്ന് മരിച്ചു എന്നുള്ള ആ വരുത്തി തീർക്കലുമാകുമ്പോൾ പിന്നീട് അവൻ രക്ഷപ്പെടുമല്ലോ. അപ്പൊ ഉടൻ തന്നെ എന്താ അങ്കിളെ ഇങ്ങനെയൊക്കെ കറക്റ്റായി പറയുന്നത്, അങ്കിളിന് ഇതിൽ കൈ ഉണ്ടോ എന്ന് ചോദിക്കണ്ട. അപ്പോഴേക്കും ദാസ്, എടാ നീ എന്താടാ ഈ പറയുന്നത്, ഈ ദാസിനെ അത്തരത്തിൽ കൂട്ടണ്ട, ദാസ് ചില നിമിഷങ്ങളിൽ നിനക്കൊപ്പം നിന്നെന്ന് കരുതി ഈ ദാസിനെ നീ കൂട്ടരുതിട്ടോ, അങ്കിളെ ഇങ്ങനെ പെട്ടെന്ന് എടുത്തു ചാടി പറയല്ലേ, എന്തായാലും അങ്ങനെ ഒരു കയ്യൊപ്പ് ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയല്ലേ, കാരണം ആഷിഫ് അവിടെ നിന്നും ജീവരാജിനെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിന്, അതുമാത്രമല്ല അവൻ ഹോസ്പിറ്റലിൽ നിന്നും ഇപ്പോൾ ഒളിച്ചോടിയിട്ടുണ്ട്, അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ, എന്തായാലും ഈ കേസ് ഇവിടെ ഇപ്പോൾ അവസാനിക്കും. സുശീലാന്റി ആണെങ്കിലോ ഇപ്പൊ ആഷിഫ് വിളിച്ചു എന്നുള്ളത് സുശീലാന്റിയുടെ ഫോണൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ആഷിഫ് അതിൽ വിളിച്ചോ ഇല്ലേ എന്ന് അറിയാൻ കഴിയും, അതോടുകൂടി അതിന് പോലീസിന്റെ ഒരു വ്യക്തത കിട്ടും, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങ് ചെയ്യല് തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ഗോകുൽ അവിടെ നിന്ന് പോകുമ്പോ ദാസിന് വലിയൊരു ദേഷ്യം തന്നെ തോന്നുന്നുണ്ട്. ദാസ് പറയുന്നത്, ഞാൻ എന്റെ പേരിൽ അങ്ങ് കേസ് കൊടുക്കും, എല്ലാം കൂട്ടി വായിച്ചു നോക്കുമ്പോൾ നീ ഇതിൽ നല്ല കൈയുണ്ടെന്ന് അറിയാം, അങ്കിള് ചെയ്തോ എനിക്കൊരു കുഴപ്പമില്ല, അങ്കിള് ചെയ്തു കഴിഞ്ഞാൽ പലതും എനിക്ക് പറയാനുണ്ട് എന്നും ഗോകുൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദാസ് ആകെ പെട്ടിരിക്കുകയാണ്. പിന്നീടാണെങ്കിലും പുറത്ത് ഇവരെല്ലാവരും മുരുകനും പവിത്രനും മോഹിച്ചായനും അതുപോലെ തന്നെ ഇവരൊക്കെ ഡെഡ് ബോഡി കണ്ടിരിക്കുകയാണ്. അപ്പൊ കണ്ടിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പൊ മോനിച്ചായ ഇങ്ങനെ കരയുമ്പോ, എന്തായി നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇത് ജീവരാജ് ആണോ എന്ന് ഇങ്ങനെ എസ് ചോദിക്കുന്നുണ്ട്. ആ സമയം സാറേ ഞങ്ങൾക്ക് ഇത് കറക്റ്റായി പറയാൻ വഴിയില്ല, കാരണം 1, 2, 3 ദിവസം ഞങ്ങൾ ആ പയ്യനെ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ അവരുടെ ആളാരാണെങ്കിൽ കാണുന്ന മുഖമല്ലാതെ അഴുകിയ നിലക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എങ്ങനെ പറയാനാണ് എന്ന് പറയുമ്പോഴേട്ടോ മഞ്ചാടി കയറി വരുന്നത്. മഞ്ചാടി ആണെങ്കിലോ തന്റെ അച്ഛന്റെ തോളിൽ കിടന്നാണ് വരുന്നത്. അങ്ങനെ മോർച്ചറിയിലോട്ട് കയറാണ്. മോർച്ചറിയിൽ പോലീസ് ഈ ഡെഡ് ബോഡി കാണിച്ചു കൊടുക്കണം. ഇതോടുകൂടി മഞ്ചാടി അങ്ങ് പൊട്ടി പൊട്ടി കരഞ്ഞും കൊണ്ട് തന്റെ അച്ഛന്റെ നെഞ്ചിലോട്ട് അങ്ങ് ചായാണ് കേട്ടോ. ഇതേ സമയം ജീവരാജന്റെ അച്ഛൻ ഭാസ്കരൻ പറയുന്നുണ്ട്, ബാലൻ പറയുന്നുണ്ട്, വേണ്ട
ഞാൻ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടാ. അങ്ങനെ മഞ്ചാടി ഇങ്ങനെ ആകെ തളർന്നു വീണിരിക്കുകയാണ്. ഈ സമയമാണെങ്കിലോ ഇപ്പുറത്ത് ഇങ്ങനെ സുശീല നല്ല മഴയത്ത് വീട്ടിലോട്ട് കയറി വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. സുശീലെ, നിനക്ക് വയ്യാതായപ്പോ ഞാനാകെ പേടിച്ചു പോയി എന്നൊക്കെ ഇങ്ങനെ ഭാനുമ്മ പറയുമ്പോ, അങ്ങനെയൊന്നും പേടിക്കണ്ട എന്റെ ഭാനുമ്മ, ഞാൻ ആദ്യത്തെ ദിവസം മാത്രമേ പേടിച്ചുള്ളൂ, പിന്നുള്ള ദിവസങ്ങൾ എനിക്ക് ഏകദേശം മനസ്സിലായി. അത് കേൾക്കുന്ന സുശീലക്ക് മൊത്തത്തിൽ അങ്ങ് ദേഷ്യം പിടിക്കണേ. എടാ, ഈ സുശീലയെ ആരും അസുഖക്കാരിയാക്കി മാറ്റാൻ നോക്കണ്ട. ഈ സുശീലക്ക് അങ്ങനെ അസുഖക്കാരി ആവാനും പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ. ഇതിനിടയ്ക്ക് സോനക്ക് ദേഷ്യം പിടിക്കണം. അപ്പൊ സോന പറയുന്നുണ്ട്, പ്രതിഭ കുടിക്കാൻ എന്തെങ്കിലും അമ്മയ്ക്ക് എടുത്തോ. അപ്പോഴേക്കും പ്രതിഭ ചോദിക്കാൻ ചായ വെള്ളം എന്താ വേണ്ടതെന്ന് ചോദിക്കണം. അപ്പോഴേക്കും സുശീല, എന്താടി ഇവിടെ കാട്ടി വെച്ചിരിക്കുന്ന ഒരു വീട് അലങ്കോലമാക്കിയിടാനാണ് നിന്നോട് പറഞ്ഞിട്ടുള്ളത്. ഈ വീട് ഞാനിപ്പോ കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിന്നപ്പോഴേക്കും കളിപ്പാവൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് കേട്ടോടെ തന്നെ സത്യം പറയാം, അമ്മ ഇങ്ങനെ ചാടിക്കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇപ്പോ സോനയുടെ കുഞ്ഞ് ഉറങ്ങണം എന്ന് പറഞ്ഞു വാശി പിടിച്ചപ്പോ അവൾ ഉറക്കാൻ പോയി. പിന്നീട് ഇപ്പൊ വരുന്നതിന് മുന്നേ അമ്മ കൂടെ എത്തിയില്ലേ, ഇതിപ്പോ എടുത്തിട്ട് ആ കാര്യം തീർന്നില്ല. അപ്പോഴേക്കും ഇന്ദ്രൻ ദേഷ്യം പിടിക്കണം. അതെ, വന്ന പാട് അമ്മ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാതെ അമ്മ എന്ത് ചെയ്യും, റൂമിൽ പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക്. പ്രതിഭയെ, നീ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചില്ല? വിരിച്ചു എന്ന് പറയണ്ട. അങ്ങനെ ഇന്ദ്രൻ പറഞ്ഞു, എനിക്കൊരു ചായ എടുത്തോ, കോഫിയോ ചായയോ ഒന്നും ചോദിക്കണ്ട, രണ്ടുപേർക്കും ചായ എടുത്തോ, അമ്മക്കും എനിക്കൊരു ചായ എടുത്തോ. അപ്പോഴേക്കും ഭാനുമ്മ പറയാം, എനിക്കും ആവാന്ന് പറയണ്ട. അങ്ങനെ ഭാനുമ്മയോട് സുശീല പറയണ്ട, അല്ല നിങ്ങൾ എന്റെ വീട് സ്വന്തമാക്കാൻ വേണ്ടി വന്നതാണോ, എന്റെ റൂം സ്വന്തമാക്കാൻ വന്നതാണോ, സുശീല വീണെന്ന് കരുതിയിട്ടാണോ എന്ന് ഇങ്ങനെ ഭാനുമ്മയോട് ചോദിക്കുമ്പോൾ സുശീല പറയണ, കീറപ്പായ കിടന്നാൽ ഇനി എന്റെ റൂം എനിക്ക് സ്വന്തമാക്കണ്ട. അല്ല, നിങ്ങളിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത് കൊണ്ട് ചോദിച്ചാൽ അവിടെ നിന്ന് നാട്ടി പുറത്തേക്കപ്പോ ഇനി ഇവിടെ ആയോ എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിന്റെ റൂമിൽ കിടക്കുന്നതിനേക്കാൾ നല്ലത് കീറപ്പായൽ കിടന്നാലും അതാണ് അതിന്റെ സന്തോഷം എന്ന് ഭാനുമ്മ തിരിച്ചു മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുശീല അകത്തോട്ട് പോവാണ്. ഇതൊക്കെ കണ്ട് സത്യന് എന്താണ് ഇതെന്നും മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ കൈകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മഞ്ചാടിക്ക് ഇങ്ങനെ വെള്ളം കൊടുക്കുന്ന രംഗാണ്. അങ്ങനെ മഞ്ചാടി ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ പോലീസ് ചോദിക്കുകയാണ്, ഇത് ജീവരാജ് തന്നെയാണോ എങ്കിൽ നിങ്ങൾ പറയൂ, അതല്ലെങ്കിൽ DNA ടെസ്റ്റിന് പോകണം, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ഞങ്ങൾക്കറിയില്ലല്ലേ ഈ ജീവരാജ് എങ്ങനെയാണ് എന്താന്നുള്ളത്. എന്തായാലും ഒന്നെങ്കിൽ അച്ഛൻ പറയും അല്ലെങ്കിൽ ഈ കുട്ടി പറയും എന്നൊക്കെ ഇങ്ങനെ പറയണ്ട. അപ്പൊ ആ സമയം പിന്നീട് എസ് ഐ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ജീവരാജിന്റെ അമ്മയെ കൊണ്ടുവരണം എന്ന് പറയട്ടെ. അത് കേൾക്കുന്ന ജീവരാജിന്റെ അച്ഛൻ പറയാം, അയ്യോ എന്റെ ഭാര്യ അവയെ കൊണ്ടുവരല്ലേ, അവൾക്ക് ഇത് താങ്ങാൻ കഴിയില്ല, അവള് അപ്പൊ അറ്റാക്ക് വന്ന് മരിക്കും എന്ന് പറയട്ട. ഇത് കേട്ടോടെ തന്നെ മഞ്ചാടി, അയ്യോ അത് വേണ്ട, അമ്മയെ ഒരിക്കലും കൊണ്ടുവരണ്ട, ഞാൻ കരഞ്ഞത് ഞാൻ എന്റെ ജീവനല്ല എന്ന് കണ്ടിട്ടാണ് ഞാൻ കരഞ്ഞത്, അതെന്റെ ജീവനല്ല, ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ എനിക്കറിയാം. അപ്പൊ അതിന് മുന്നേ മാഷ് പറയുന്നുണ്ട്, ഞാൻ ഈ ജീവൻ എന്ന് പറയുന്നവനെ 2-3 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ മഞ്ചാടി പറയണേ, അച്ഛാ ഞാൻ കരഞ്ഞത് സന്തോഷം കൊണ്ടാണ്, എന്റെ ജീവനല്ല എന്ന് മനസ്സിലായപ്പോ എനിക്ക് സന്തോഷം സഹിക്കാനാവാതെ പൊട്ടിക്കരയാനായി, ഇപ്പോഴും എനിക്ക് കരയാനാണ് അച്ഛാ തോന്നുന്നതെന്ന് പറയുമ്പോൾ മാഷിനും സമാധാനമാവാനായിട്ടാ. അങ്ങനെ ജീവനല്ല എന്നുള്ള സത്യം തിരിച്ചറിയണേ. എന്നാൽ ഈ സമയം വിനയനെയാണ് കാണിക്കുന്നത്. വിനയം വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ വിനയനോട് ഇങ്ങനെ ലതികയിൽ ലംബോദരൻ, നീ ചെയ്ത ഒരിക്കലും ശരിയല്ല, മാഷ് ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നീ ആ ദയയെ കൊണ്ടുപോയതുപോലെ നിന്റെ ഭാര്യ ചീരുവിനെ കൊണ്ടുവരുന്നായിരുന്നു. അതിനമ്മ ഞാൻ അവളെ വിളിച്ചിട്ട് വരാതിരുന്ന നിന്റെയും അവളുടെയും പ്രവൃത്തി ഇപ്പൊ തീരെ ശരിയല്ല. അച്ഛനെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാത്ത ആളാണ് ചീരു. എന്നാൽ അവളുടെ സ്വഭാവം ഇപ്പൊ മാറ്റം വന്ന് എന്തൊക്കെയോ ദുരൂഹത നിങ്ങളിൽ ഉണ്ട്, അതെന്താണെങ്കിലും വ്യക്തമാക്കണം എന്നിങ്ങനെ വിനയനോട് പറയുന്നുണ്ട് കേട്ടോ. ഇതൊന്നും ചെയ്യുന്നത് തീരെ ശരിയല്ല. അയ്യോ അമ്മ, ഞാൻ അവളെ വലിച്ചു കൊണ്ടുവരാൻ നിന്നതാണ്. പഴയ വിനയനാണെങ്കിൽ ഞാൻ അത് വലിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ പഴയ വിനയനല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ അവളെ നിർത്തിക്കൊടുത്തത്. ആ മഞ്ചാടി സ്നേഹിച്ചിരുന്ന ചെക്കൻ ജീവരാജ് ഇല്ലേ, ഒരു ഡെഡ് ബോഡി കാലിൽ അടിഞ്ഞിട്ടുണ്ട് എന്നുള്ള സത്യം കേട്ടു. അപ്പൊ അവളവിടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് നിവൃത്തിയില്ലല്ലോ എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ഒരു ദുരൂഹതയാണ് എല്ലാവർക്കിടയിലും കാണുന്നത് കേട്ടോ.